ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ ജേർണി ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വാട്ടറിൻ്റെ 3 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിയാം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വേഗം ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വാട്ടറിന് 3 സ്റ്റേറ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 3 സ്റ്റേറ്റുകൾ? സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് ഐസ് ഉണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മുടെ കയ്യിൽ വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിൽ എന്തുണ്ട്? വാട്ടർ വേപ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ് വരുന്നത്. ഓക്കെ, സോളിഡിൽ ഐസ് വരുന്നുണ്ട്, അതുപോലെ ലിക്വിഡിൽ വാട്ടർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്യാസിൽ എന്ത് വരുന്നുണ്ട്? വാട്ടർ വേപ്പറും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഐസ് നമ്മൾ ഫ്രീസറിൽ വാട്ടർ വെച്ച് കഴിഞ്ഞാൽ അത് ഐസായി, ആ ഐസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അത് വാട്ടറായി. വാട്ടറിനെ നമ്മളൊന്ന് ചൂടാക്കി, അല്ലെങ്കിൽ വാട്ടർ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് പോവുകയാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ വാട്ടർ നമുക്ക് കാണില്ല. കാരണം അത് എന്തായി? അവിടെ ഇവോപ്പറേഷൻ നടന്നു, അല്ലെങ്കിൽ അത് വേപ്പറായിട്ട് മാറി അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാട്ടറിന് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സോളിഡും ലിക്വിഡും ഗേഷ്യസ് സ്റ്റേറ്റുകളുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് വേഗം നോക്കിയാലോ. കുറച്ച് കാര്യങ്ങളൊന്നും മക്കൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്കറിയാം അല്ലേ, ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളൊരു ഐസ് കട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് അതിനൊരു കറക്റ്റ് ഷേപ്പ് ഇല്ലേ? ഷേപ്പ് ഉണ്ടോ? കറക്റ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ. നമ്മളുടെ ആ ഒരു ഐസ് വെക്കുന്ന ആ ഒരു ട്രേയുടെ ഷേപ്പ് എന്താണോ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോരോ ഷേപ്പിലുള്ള ഐസ് കട്ടകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ്. അതുപോലെ ഇപ്പോൾ ഈ പെണ്ണാണെങ്കിലും ഒന്ന് എന്താണ്, അതിന് തോന്നുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്നും അത് മാറുന്നില്ല, എപ്പോഴും ഇതേ ഷേപ്പ് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഇവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ നമ്മൾ ഐസ് കട്ട തനിയെ വെള്ളം നമ്മൾ എവിടെയെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഫ്ലോയും സ്പ്രെഡും ഒക്കെ ചെയ്യും അല്ലേ. പക്ഷെ നമ്മൾ ഐസ് കട്ട അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, അവർ ഫ്ലോയും അതുപോലെ തന്നെ സ്പ്രെഡും ഒന്നും ചെയ്യാത്ത ആളുകളായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ലിക്വിഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതനുസരിച്ച് നമ്മളുടെ ലിക്വിഡിന് ഷേപ്പ് ഉള്ളത് അല്ലേ. നമ്മളൊരു ബക്കറ്റിലെടുത്താൽ ആ ബക്കറ്റിൻ്റെ ഷേപ്പ് ആയിരിക്കും, നമ്മളൊരു മഗ്ഗിലെടുത്താൽ ആ മഗ്ഗിൻ്റെ ഷേപ്പ് ആയിരിക്കും, ഒരു ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിൻ്റെ ഷേപ്പാണ്. അല്ല ഇനിയിപ്പോൾ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് പല ഷേപ്പുള്ള വാട്ടർ ബോട്ടിൽസിലാവും കൊണ്ടുവന്നുണ്ടാവുക. സോ ആ വാട്ടർ ബോട്ടിലിൻ്റെ ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും ആർക്കുണ്ടാവുക? നമ്മളുടെ ലിക്വിഡ്സിന് ഉണ്ടാവുക. വെള്ളം എവിടെയെങ്കിലും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലോയും സ്പ്രെഡും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഫ്ലോയും സ്പ്രെഡും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ എന്തായിട്ട് വരുന്നത്? പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. അതേപോലെ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കും എന്തില്ല. എന്നാൽ നമ്മുടെ വാട്ടറിന് ഫിക്സഡ് വോളിയം ഉണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കാനേ. എന്നാൽ നമ്മളുടെ വേപ്പർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. എൻറ്റയർ ആയിട്ട് എന്ത് സ്പേസ് കിട്ടുന്നോ അവിടെ മൊത്തത്തിൽ സ്പ്രെഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, നമ്മളുടെ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ ഇതേപോലെ ഫ്ലോയും സ്പ്രെഡും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണം. അത് കൂടാതെ ഒരു 1-2 കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാവും? എന്താണ്, വളരെ അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും കേട്ടോ. എന്താണ്, ക്ലോസ്ലി പാക്ഡ് ആയിട്ടായിരിക്കും ഒരു സോളിഡ് സബ്സ്റ്റൻസിൽ ആരിയിരിക്കുന്നത്? പാർട്ടിക്കിൾസ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവരെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് ഒട്ടിച്ച് വെച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് നന്നായിട്ടുണ്ടോ? എങ്ങോട്ട് വേണമെങ്കിലും ഓടിച്ചാടി ആ പാർട്ടിക്കിൾസിന് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം അവരിങ്ങനെ അടുപ്പിച്ച് അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ? കുറവാണ് കേട്ടോ. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ കുറവാണെന്ന് കാണിക്കാൻ ഞാൻ ജസ്റ്റ് ആരോ ഇട്ടത്, ലെസ് അല്ലെങ്കിൽ ലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, എന്നാൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെയാണ്? ഓരോ പാർട്ടിക്കിൾസ് നന്നായിട്ട് അട്രാക്ട് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്? അത് വലിയ അട്രാക്ഷൻ ഒന്നും ഇല്ലാതെയാണോ ഇരിക്കുന്നത്? അവർ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ട്? ലാർജ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹൈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്, വളരെ ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 1-2 പോയിന്റ്സ് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക.
ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നത്? ക്ലോസ്ലി പാക്ഡ് ആണോ? അല്ല, കുറച്ച് ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ലിക്വിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടോ അവർക്ക്? സോളിഡിനെ വെച്ച് അത് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ പറയാൻ, ഇടയിൽ വരുന്ന ആളായതുകൊണ്ട്. അപ്പോൾ സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരെക്കാളും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട് അല്ലേ? എന്നാൽ ഗ്യാസിനെ വെച്ച് ചെയ്യുമ്പോൾ അത്രയ്ക്കില്ല. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ലിക്വിഡ് പറയാം കേട്ടോ. അതേപോലെ തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവർ അടുത്തടുത്താവുകൊണ്ട് ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. ഇവർ കുറച്ച് ഡിസ്റ്റൻസിലല്ലേ, അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കുറവാണ്. ഓക്കെ, ഒരാളെ പഠിച്ചാൽ ബാക്കി എല്ലാവരും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്തത് ഞാനിതേ ഗേഷ്യസ് പാർട്ടിക്കിളിനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഗേഷ്യസ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ക്ലോസ്ലി പാക്ഡ് ആണോ? അല്ല, അവർക്ക് തോന്നിയ പോലെ എൻറ്റയർ സ്പേസിൽ സ്പ്രെഡ് ചെയ്ത് നടക്കുകയാണ് അല്ലേ? അപ്പോൾ ഭയങ്കര ഡിസ്റ്റൻസ് ആണ് പാർട്ടിക്കിൾസ് തമ്മിൽ ഉണ്ടാവുക. അതേപോലെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടോ? ഉണ്ട്. ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിലും പോകാലോ പാർട്ടിക്കിൾസിന്, ഒരു അട്രാക്ഷനും ഇല്ല അല്ലേ? അപ്പം അതുകൊണ്ട് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? അട്രാക്ഷനേ ഇല്ല, വളരെ നെഗ്ലിജിബിൾ അട്രാക്ഷൻ, അതായത് വെരി സ്മോൾ അട്രാക്ഷൻ മാത്രമേ എവിടെയുള്ളൂ? നമ്മളെ ഗേഷ്യസ് പാർട്ടിക്കിൾസിൻ്റെ ഇടയുള്ളൂ. വേണമെങ്കിൽ നമുക്ക് അട്രാക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അപ്പോൾ സ്പ്രെഡ് ചെയ്യോ, ഫ്ലോ ചെയ്യോ, ഷേപ്പ് ഉണ്ടോ എന്നതിൻ്റെ കൂടെ ഈ 2-3 പോയിന്റ്സ് കൂടി എന്ത് ചെയ്യാം മക്കളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സോളിഡിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയാണ് ലിക്വിഡിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയാണ് നമ്മളുടെ ഗേഷ്യസ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത് കൂടി എന്ത് ചെയ്യുക, ആ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് തന്നെ എടുത്തെഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതേ നോക്കിയാലോ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നമ്മളുടെ ഐസാണ്, റിറ്റെയിൻസ് ഇറ്റ് ഷേപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കണ്ടെയ്നർ. ഞാനിത് ഈ ഒരു പെന്നിനെ എൻ്റെ കയ്യിൽ വെച്ചാലും ടേബിളിൽ വെച്ചാലും ഒരു കണ്ടെയ്നറിൽ കൊണ്ടുപോയിട്ടാലും ഒക്കെ ഇതേ ഷേപ്പ് തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. വിച്ച് ഇസ് പ്ലേസ്ഡ് വൈൽ വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. വെള്ളം നമ്മളുടെ കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് എടുക്കുന്നുണ്ടാവുക. ഐസ് ഫ്ലോയും സ്പ്രെഡും, അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസ് ഫ്ലോയും സ്പ്രെഡും ഒന്നും ചെയ്യുന്നില്ല. വാട്ടർ ആണ് നമ്മളുടെ ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെന്തില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നുമില്ല. ഇറ്റ് ടേക്ക് അപ്പ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. എന്തിലാണോ എടുത്തത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ആയിരിക്കും ആൾ കാണിക്കുന്നുണ്ടാവുക. പക്ഷെ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൽ മാറ്റമില്ല, ഷേപ്പ് മാത്രമേ മാറുന്നുണ്ടാവുള്ളൂ. വാട്ടർ ഹാസ് ദ പ്രോപ്പർട്ടി ടു സ്പ്രെഡ് വൈൽ കീപ്പിംഗ് ദ വോളിയം. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിലും സ്പ്രെഡ് ചെയ്യാനും ഫ്ലോ ചെയ്യാനും ഒക്കെ ഉള്ള പ്രോപ്പർട്ടി ആർക്കുണ്ട്? വാട്ടറിനുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഗ്ലാസ്സിലെടുത്ത് അതിൻ്റെ ഷേപ്പായി, അതേ വെള്ളം കുപ്പിയിലെടുത്താൽ കുപ്പിയുടെ ഷേപ്പായി. അപ്പോൾ കണ്ടെയ്നർ അനുസരിച്ച് ഷേപ്പ് മാറും. ഇനി അടുത്തത് നമ്മൾ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് സ്പ്രെഡിങ് ഔട്ട് ഇൻ ദ എൻറ്റയർ അവൈലബിൾ സ്പേസ്. കിട്ടുന്ന സ്പേസ് മൊത്തത്തിൽ അവരെന്താവുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അവർക്കും ഇതേപോലെ തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നുമില്ല. വാട്ടർ വേപ്പർ എക്സിസ്റ്റ് ഈവൻ അറ്റ് റൂം ടെമ്പറേച്ചർ തോ ഇറ്റ് ഈസ് ഇൻവിസിബിൾ ടു അസ്. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ ഉണ്ട്, പക്ഷെ അവർ ഇൻവിസിബിൾ ആയിട്ട് നടക്കുകയാണ്, നമുക്ക് അവരെ കാണാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയാണ് ആ ഒരു വാട്ടർ വേപ്പർ ഒക്കെ വരുന്നത്? ദേ നോക്കിക്കേ, the water evaporates during the process of drying of cloth or mopping of floor, contribute to the water vapor in the air around us. നമ്മുടെ ചുറ്റുപാടിലുള്ള ഈ ഒരു വെള്ളം വരാനൊക്കെ ഉള്ള കാരണം, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ കണ്ടന്റ് ഒക്കെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫ്ലോർ മോപ്പ് ചെയ്യുന്നു, അപ്പോൾ ആ വെള്ളം മുകളിലേക്ക് പോകുന്നുണ്ട് വേപ്പറായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഡ്രൈ ചെയ്യാനൊക്കെ ഇടുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണമാണ് ഈ വെള്ളമൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോക്സ് ഒന്ന് നമുക്ക് ഫിൽ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ 3 പ്രോപ്പർട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഷേപ്പ്, എബിലിറ്റി ടു ഫ്ലോ, എബിലിറ്റി ടു സ്പ്രെഡ്. ഐസിൽ എങ്ങനെയാണ്, വാട്ടറിൽ എങ്ങനെയാണ്, വാട്ടർ വേപ്പറിൽ എങ്ങനെയാണ് എഴുതിയാൽ മതി. അപ്പോൾ ഷേപ്പ് എങ്ങനെയാണ്? സോളിഡിന് ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. ഇതിനുണ്ടോ? നോ ഫിക്സഡ് ഷേപ്പ് അല്ലേ? നോ ഫിക്സഡ് ഷേപ്പ്. അതേപോലെ തന്നെ നമ്മൾ വാട്ടർ വേപ്പറിന് എന്താണ്? നോ ഫിക്സഡ് ഷേപ്പ്. അവർക്കൊന്നും എന്തില്ല, അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. ഓക്കെ, ഇനി നോക്കിക്കേ, എബിലിറ്റി ടു ഫ്ലോ. ഐസ് ഫ്ലോ ചെയ്യോ? ഇല്ല അല്ലേ? എന്നാൽ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അപ്പോൾ ഇത് ഫ്ലോ ചെയ്യുന്ന എഴുതിയാലും മതി, ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈനിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. എബിലിറ്റി ടു സ്പ്രെഡ്, ഇവർ സ്പ്രെഡ് ചെയ്യില്ല, പക്ഷെ ഇവരെന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഡെൻസിറ്റിയുടെ കേസാണെങ്കിൽ ഐസിൻ്റെ ഡെൻസിറ്റി കുറവാണ്, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, വാട്ടർ വേപ്പറിനും ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇവരുടെയൊക്കെ പ്രോപ്പർട്ടി അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. നിങ്ങളുടെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി. അപ്പോൾ മിസ്സുമാരാണ് നിങ്ങൾക്ക് ഇതേപോലെ ഷോർട്ട് വീഡിയോ ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക്
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.